Next question. A cylinder of diameter 30 millimeter and height 40 millimeter is kept with its base on HP. It is cut by a section plane perpendicular to VP, inclined 60 degree with HP and passing through the top end of the axis. Draw the development of lateral surface of the lower portion of the cylinder. Okay, question അത് പറയുന്നത് 30 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ളൊരു ഒരു സിലിണ്ടർ, പിന്നെ 40 മില്ലിമീറ്റർ ഹൈറ്റ് ഉണ്ട്, അത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരച്ചു. ടോപ്പ് വ്യൂവിൽ 30 മില്ലിമീറ്റർ ആണ് ബേസ് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നുണ്ട്. സോ 30 മില്ലിമീറ്റർ ഒരു സർക്കിൾ നമ്മൾ വരച്ചു, അതിനെ 8 ഡിവൈഡ് ചെയ്തു, നെയിം ചെയ്തു. സോളിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 മില്ലിമീറ്റർ ആണ്. സോ നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി XY ലൈൻ വരച്ചു. XY ലൈനിൻ്റെ മുകളിലോട്ട് സോളിഡിൻ്റെ ഹൈറ്റ് പറയുന്നുണ്ട് 40 മില്ലിമീറ്റർ. സോ 40 മില്ലിമീറ്ററിൽ ഫ്രണ്ട് വ്യൂ വരച്ചു. അതിൻ്റെയും ടോപ്പിലെ എഡ്ജസ് അല്ലെങ്കിൽ ജനറേറ്റേഴ്സിൻ്റെ എൻ പോയിൻറ്റ്സിനെല്ലാം നെയിം ചെയ്തു. ബോട്ടത്തിലുള്ള ജനറേറ്റേഴ്സിൻ്റെ എൻ പോയിൻറ്റ്സിനെയും നെയിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP, ഇൻക്ലൈൻഡ് 60 ഡിഗ്രി വിത്ത് HP ആൻഡ് പാസിങ് ത്രൂ ദി ടോപ്പ് എൻഡ് ഓഫ് ദി ആക്സിസിൻ്റെ ടോപ്പ് എൻഡിൽ കൂടി പാസ് ചെയ്തു. 60 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ ആ കട്ടിംഗ് പ്ലെയിൻ നമ്മളിവിടെ കാണിച്ചു. ഇത്രയും നമുക്ക് സെക്ഷൻസ് ഓഫ് സോളിഡ്സ് അറിയാവുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കാണിക്കുക. നമുക്ക് അറിയാം, നമ്മൾ ആദ്യം സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് പഠിച്ചായിരുന്നു. എങ്ങനെയാണ് സിലിണ്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നത്? 2πr എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സിലിണ്ടറിൻ്റെ പെരിമീറ്റർ ആണ് ഇതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത് കൂടിയ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ പെരിമീറ്ററാണ്. 2πr എന്നുള്ള ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പെരിമീറ്ററാണ്. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നോക്കുക, നമുക്കതിന് മുമ്പ് കട്ടിംഗ് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ കട്ടിംഗ് പ്ലെയിൻ ഒരു എഡ്ജിനെയാണ് കട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് 1'. ഇവിടെ ഒരു ജനറേറ്ററിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഒന്നല്ല, 2 ജനറേറ്ററിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഏതിനെയൊക്കെയാണ്? B', Q' ആൻഡ് H', W' എന്ന് പറയുന്ന 2 ജനറേറ്ററിനെ അത് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ 2' ബ്രാക്കറ്റിൽ 3'. ഇവിടെ ആകുമ്പോഴോ സർക്കിളിനെ 2 പ്രാവശ്യം കട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് സർക്കിളിനെയാണ് കട്ട് ചെയ്യുന്നത്. സോ ഇവിടെയും 2 പോയിൻ്റ് ഉണ്ട്. 4' ബ്രാക്കറ്റിൽ 5'. സോ ഇത്രയും കട്ടിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. ഇനി നമുക്ക് ഡെവലപ്മെൻറ്റിലേക്ക് പോകാം. ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക, ഈ ഒരു സിലിണ്ടർ അല്ലേ, അതിനെ നമ്മൾ കാണുമ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഇതിന് പാരലായിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കണം. സോ എന്ത് ചെയ്യുക, നമ്മൾ പാരലായിട്ട് ലൈൻ വരയ്ക്കാൻ പോവാണ്. ആദ്യം ഒരു ജനറേറ്റർ കാണിക്കുക. ഓക്കെ, ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr ആണ്. സോ ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ എത്രയെന്ന് നോക്കുക. സോ നമ്മൾ 2πr ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 94.2 ആണ്. സോ 9.42 മില്ലിമീറ്ററിൽ നമ്മൾ വരയ്ക്കുക. നമ്മൾ ഓൾറെഡി 9.5 ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 9.4 വരെ നമുക്ക് വേണം. 9.4. സോ 9.4 എടുക്കുക. ഈ റെക്റ്റാങ്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, 9.4 എടുക്കുക. ഈ റെക്റ്റാങ്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ്. 2πr ആണ്. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു സർക്കിളിനെ അല്ലെങ്കിൽ ഈ ഒരു സിലിണ്ടറിനെ നമ്മൾ 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ 94.2വിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ 94.2വിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 11.77 മില്ലിമീറ്റർ ഗ്യാപ്പിൽ നമുക്ക് അത്രയും ഗ്യാപ്പിൽ വേണം നമുക്ക് ഡിവിഷൻസ് കാണിക്കാൻ. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പാടായതുകൊണ്ട് നമുക്ക്
ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിവിഷൻസ് ചെയ്യാൻ ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്, നോക്കിക്കൊള്ളുക. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത് 94.2, ഇതിനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ എൻഡ് പോയിന്റ് എടുക്കുക. ഈ എൻഡ് പോയിന്റിൽ നിന്നും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇൻക്ലിനേഷനിൽ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്, വേറെ ആവശ്യമൊന്നുമില്ല. 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. സോ ഞാൻ 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ അങ്ങ് വരച്ചു. വളരെ ലൈറ്റായിട്ട് 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ അങ്ങ് വരച്ചു. ഇതിന് ഇൻക്ലിനേഷൻ നമ്മളുടെ ഇഷ്ടമുള്ള ഇൻക്ലിനേഷനാണ്, പർട്ടിക്കുലർ ഇൻക്ലിനേഷനൊന്നും ഇല്ല. സോ നോക്കിക്കേ, ഇതിനെ എനിക്ക് 8 ഈക്വൽ പാർട്ടായിട്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. കാരണം എന്താ, 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈനാണ്. സോ ഞാൻ അതിനെ 8 ഡിവൈഡ് ചെയ്യുകയാണ്. നമുക്ക് ഈസിയാണ്, കണ്ടല്ലോ. 8 ഈക്വൽ പാർട്ടായിട്ട് ആ ലൈനിനെ ഡിവൈഡ് ചെയ്തു. കാരണം എന്താ, 8 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ആയത് കാരണം നമുക്ക് 8 ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ എൻഡിനെ നമ്മളുടെ 94.2 എന്ന് പറയുന്ന ലൈനിൻ്റെ എൻഡില്ലേ, ഈ എൻഡായിട്ട് ജോയിൻ ചെയ്യാം. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. വളരെ ലൈറ്റായിട്ട് വേണം, നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഡിവിഷൻസ് കിട്ടാൻ വേണ്ടിയാണ്. കണ്ടോ, ഇവിടുന്ന് 94.2 ലെങ്ത് ഉള്ള ഈ ഒരു ലൈനിൻ്റെ എൻഡിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ലൈനിന് പാരലായിട്ട് നമ്മുടെ ഓരോ പോയിന്റിൽ നിന്നും ലൈൻസ് വരയ്ക്കുക. പാരലായിട്ട് തന്നെ വരയ്ക്കുക, മാറിപ്പോകരുത്. പ്രൊട്രാക്ടർ അല്ല, സെറ്റ് സ്ക്വയർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് പാരൽ ലൈൻസ് വരയ്ക്കാം. പക്ഷെ അത്ര നമുക്ക് മെനക്കെടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് സ്കെയില് ഏകദേശം കറക്റ്റായിട്ട് വെച്ച് നമുക്ക് മാറ്റി പാരൽ ലൈൻസ് വരയ്ക്കാം. വളരെ നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക, ഇതിന് പാരലായിട്ട്. ഓക്കെ, നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം നോക്കി അറിയാം, നമ്മൾ ഈ 94.2-നെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇതേണ്ടേ, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് ആൻഡ് 8. അങ്ങനെ 8 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി അതങ്ങ് ജനറേറ്റേഴ്സ് നമ്മളങ്ങ് കാണിക്കുകയാണ്. നോക്കി, നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിനെ 94.2 ലെങ്തുള്ള റെക്റ്റാങ്കിളിനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് നമ്മൾ ഈ ജനറേറ്റേഴ്സ് എല്ലാം ഇവിടെ കാണിക്കാൻ പോവാണ്. ഈ ഒരു സർക്കിളല്ല, ഈ ഒരു സിലിണ്ടറിനെ നമ്മൾ ഒരു ജനറേറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് നിവർത്തി വെച്ചിരിക്കുകയാണ്. ഇനി നെയിം ചെയ്യാം. ഞാൻ ഈ എൻഡിൽ നിന്ന് നെയിം ചെയ്യുകയാണ്. ദിസ് ഈസ് എ, ബി, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ പോകാം. എ ബി സി ഡി അങ്ങനെ പോകാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച്, എൻഡ് ചെയ്യുന്നത് വീണ്ടും എയിൽ തന്നെ. താഴെയോ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു, വീണ്ടും പിയിൽ തന്നെ എൻഡ് ചെയ്യുക. ഇത്രയായില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കറസ്പോണ്ടിങ് പോയിൻറ്റ്സിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി, നമ്മളുടെ ആൻസറായി. 1' എന്നുള്ള കട്ടിംഗ് പോയിന്റ് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. 1' കിടക്കുന്നത് P' A' എന്ന് പറയുന്ന എൻഡിലാണ്. സോ അതിനെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയാണ്. നോക്കുക, അതേ നോക്കിക്കേ, പി എയിലും
ഇവിടെയുള്ള പി എയിലും അതുണ്ട്. ഇതേണ്ടേ ഈ 2 പോയിന്റിലായിട്ട് എനിക്ക് 1' കിട്ടും. 1' 1 എന്നോ 1' എന്നോ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണേൽ നെയിം ചെയ്യാം. സോ എനിക്കത് കിട്ടി. ഇനി അടുത്തത് 2ഉം 3ഉം ആണ്. അത് എവിടെയാണ് കിടക്കുന്നത്? B', Q'-ലും H', W'-ലുമാണുള്ളത്. സോ അതിനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയാണ്. BQ'ലും HW'ലും. വേണ്ടേ എനിക്ക് 2 പോയിന്റ് കിട്ടി. നെയിം ചെയ്തേ 2, 3. അടുത്തത് 4 and 5, 4' and 5'. അത് എവിടെയാണ് കിടക്കുന്നത്? C'-ലും G'-ലും കിടക്കുന്നത്. നേരെ തന്നെ കിടപ്പുണ്ട്. അതേ പോയിന്റിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ വേണ്ടേ C'-ലും G'-ലും. കണ്ടോ? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നെയിം ചെയ്തേക്കുക 4 and 5. സോ നമുക്ക് കട്ടിംഗ് പോയിൻറ്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോണിനെയോ സിലിണ്ടറിനെയോ ആണ് ഡെവലപ്പ് ചെയ്തിട്ട് കട്ട് സെഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ കട്ട് സെഷൻസ് അല്ലെങ്കിൽ കട്ടിംഗ് പോയിൻറ്റ്സ് തമ്മിൽ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യരുത്. എപ്പോഴും പെൻസിൽ ഉപയോഗിച്ച് നമ്മളുടെ ഫ്രീ ഹാൻഡായിട്ടേ ജോയിൻ ചെയ്യാവൂ. സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻസ് ആക്കരുത്. പോയിന്റുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് ജോയിൻ ചെയ്യരുത്. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഇതുപോലെ 1 to 2, 2 to 3 ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം ലൈറ്റായിട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിർത്തിയിട്ട് ബാക്കി നമുക്ക് ഡോട്ടഡ് ലൈൻസ് ആക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ലൈറ്റായിട്ട് വരച്ച് പഠിക്കുക. ഞാനിപ്പോൾ ഇവിടെ പെൻസിൽ യൂസ് ചെയ്ത് അതിന് ശേഷം എനിക്ക് പേന യൂസ് ചെയ്യാവുന്നത് കൊണ്ടാണ് ഞാൻ ഡാർക്ക് ആക്കിയത്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പേന യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന് പുറത്തുള്ള ഇതെല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം ഇതിന് പുറത്തുള്ളതെല്ലാം മായ്ച്ച് കളഞ്ഞതിന് ശേഷം അത് ഡോട്ടഡ് ആക്കുക. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഡോട്ടഡ് ലൈൻസ് മതി. കണ്ടോ? ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഇനി ഡോട്ടഡ് ലൈൻസ് വെച്ച് അതങ്ങ് ജോയിൻ ചെയ്തേക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ. ഇതാണ് നമ്മളുടെ ആൻസർ. താങ്ക് യു.